22 വർഷം മുമ്പ് നടന്ന ഒരു മനുഷ്യത്വ വിരുദ്ധതയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നരിവേട്ട എന്ന സിനിമ. അതിജീവനത്തിന് ഭൂമി എന്ന ആവശ്യവുമായാണ് 2003 ആദിവാസികൾ മുത്തങ്ങയിൽ കുടിൽ കെട്ടിയത്. ഔദാര്യമായല്ല, നിയമാനുസൃതമായി തന്നെ കിട്ടേണ്ട തങ്ങളുടെ പൈതൃക ഭൂമി ആവശ്യപ്പെട്ടെത്തിയ ഒരു പറ്റം പാവം മനുഷ്യർക്ക് നേരെയാണ് അന്ന് പോലീസ് നിറയൊഴിച്ചത്. കണക്കിലും കടലാസിലും ഒരാദിവാസി മാത്രം മരിച്ച, കടലാസുകളിൽ രേഖപ്പെടുത്താതെ പോയ നിരവധി പേരുടെ മരണത്തിനു കാരണമായ മുത്തങ്ങ പോലീസ് വെടിവെപ്പ്. അബിൻ ജോസഫ് തിരക്കഥ എഴുതി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് മുഖ്യ കഥാപാത്രത്തിലെത്തുന്ന നരിവേട്ട എന്ന സിനിമയിലാണ് മുത്തങ്ങയിലെ വെടിവെപ്പിനെ അനുസ്മരിപ്പിക്കുന്ന ഉള്ളടക്കമുള്ളത്. ആ സിനിമ അടിമുടി രാഷ്ട്രീയമാണ്. ഒരു രാഷ്ട്രീയ വാചകമായി രൂപാന്തരപ്പെട്ട ആ സിനിമ സംസാരിക്കുന്ന രക്തം മണക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് ജീവൻ നൽകുന്നതാണ് അതിലെ മറ്റെല്ലാ സാങ്കേതിക വിഭാഗങ്ങളും. ക്യാമറാമാനും സംവിധായകനും തിരക്കഥാകൃത്തും സംഗീത സംവിധായകനും എഡിറ്ററും എല്ലാവരും കണ്ടത് ഒരൊറ്റ കാഴ്ച മാത്രമാണ്. അത് ആ സിനിമ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തെയാണ്. ഒരുപാട് ദൂരെയല്ലാത്ത ഒരു നരവേട്ടയുടെ ചരിത്രം ഈ കാലഘട്ടത്തിൽ ചർച്ചയാക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. ആ ലക്ഷ്യത്തിലേക്ക് സിനിമ 100% എത്തി എന്ന് തന്നെ പറയാം. ഏറ്റവും വലിയ ക്രിമിനലുകളും ഗുണ്ടകളും ഉള്ളത് പോലീസിലാണ് എന്നാണ് മുത്തങ്ങയുടെ ഓർമ്മയിൽ അന്നത്തെ സമരനായകരിൽ ഒരാളായ CK ജാനു അടിമമക്ക എന്ന തൻ്റെ ആത്മകഥയിൽ പറയുന്നത്. അടികൊണ്ട് നമ്മൾ വേദനയിൽ പുളയുന്നത് കാണുമ്പോൾ അവർക്ക് അടങ്ങാത്ത ആനന്ദമാണ് അനുഭവപ്പെടുന്നത് എന്നും എഴുതിയ ജാനു ശേഷം ഇങ്ങനെ തുടരുന്നു. അവർ വിചാരിച്ചത് ഇതോടെ ആദിവാസികളും ഗോത്രമഹാസഭയും ഇല്ലാതായി തീരുമെന്നാണ്. പോലീസ് വിഡ്ഢികളുടെ ലോകത്താണ്. ആളുകളെ തല്ലിയാൽ അവർ പേടിച്ച് പുറകോട്ട് പോകുമെന്നാണ് അവരുടെ വിചാരം. എന്നാൽ അതിനേക്കാൾ ശക്തമായിട്ടാണ് തിരിച്ചു വരിക. ആദിവാസികളെ തല്ലുകയും കൊല്ലുകയും ചെയ്യുമ്പോൾ പോലീസുകാർ അനുഭവിച്ചിരുന്നു എന്ന് പറയുന്ന ആനന്ദം നിങ്ങൾക്ക് ഈ സിനിമയിൽ നടൻ ചേരൻ അഭിനയിച്ച പോലീസ് മേധാവിയുടെ മുഖത്ത് കാണാം. 2003 ഫെബ്രുവരി 19 മുത്തങ്ങയിൽ പോലീസ് വെടിയുതിർക്കുന്നത്. നേരത്തെ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 18 രാത്രി തന്നെ കൂടുതൽ പോലീസുകാരും അവർ പോരാതെ വന്നാൽ ആദിവാസികളെ കൈകാര്യം ചെയ്യാനുള്ള ഗുണ്ടകളും സമരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു എന്നും, എന്നാൽ ജനാധിപത്യപരമായി നടക്കുന്ന സമരത്തിലേക്ക് ഇത്രയും വലിയൊരു അക്രമം പോലീസ് അഴിച്ചുവിടുമെന്ന് തങ്ങൾ ചിന്തിച്ചിരുന്നില്ല എന്നും CK ജാനു ആത്മകഥയിൽ പറയുന്നുണ്ട്. 1963 ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് മിച്ചഭൂമിയായി പിടിച്ചെടുത്ത 12,000 ഏക്കർ ഭൂമി മാധവ മേനോന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് 1971 വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിൽ ഉൾപ്പെടുത്തി റവന്യൂ ഫോറസ്റ്റായി നിശ്ചയിച്ചത്. 71 നിയമപ്രകാരം 12,000 ഏക്കറിൽ നിന്നും 1 മുതൽ 5 ഏക്കർ വരെ സ്വന്തമായി ഭൂമിയില്ലാത്ത ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകാമെന്ന് 2001 ഗോത്രമഹാസഭ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ 48 ദിവസം നീണ്ടുനിന്ന കുടിൽകെട്ടി സമരത്തിന്റെ ഒടുക്കം സർക്കാരുമായി ധാരണയായതാണ്. ആ വാക്ക് പിന്നീട് ലംഘിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, 2003 കൊച്ചിയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഗ്ലോബൽ ഫെസ്റ്റിൽ മുത്തങ്ങയിലെ മിച്ചഭൂമി ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വിൽക്കാൻ ധാരണയായി എന്ന വാർത്തയും പുറത്തു വന്നു. അതിനുശേഷമാണ് മുത്തങ്ങയിലേക്ക് സമരം വ്യാപിപ്പിക്കണമെന്ന തീരുമാനത്തിലേക്ക് ഗോത്രമഹാസഭ എത്തിയത്. വയനാട് ജില്ലയിലെ പല ഭാഗങ്ങളിലുള്ള ആദിവാസി ഊരുകളിൽ നിന്നും പുലിതൂക്കി, തിരുവണ്ണൂർ കോളനികളിൽ നിന്നും 2003 ജനുവരി 3, 4 തീയതികളിൽ ആളുകൾ എത്തിച്ചേർന്നു. പട്ടിണി മരണം വ്യാപകമായി നടന്ന കോളനിയാണ് പുലിതൂക്കി. അടിയർ, പണിയർ, കുറിച്യർ, വെട്ടക്കുറുമർ, കാട്ടുനായ്ക്കർ തുടങ്ങിയ ഗോത്രങ്ങളിൽപ്പെട്ടവർ ഒന്നിച്ച് തങ്ങളുടെ ദൈവങ്ങളെ തുടികൊട്ടി ഉണർത്തി അനുവാദം വാങ്ങിയ ശേഷമാണ് മുത്തങ്ങയിലേക്ക് പുറപ്പെടുന്നതെന്ന് CK ജാനു അടിമമക്കയിൽ എഴുതുന്നു. പുലിതൂക്കി കോളനിയുടെ പുറകിലൂടെ ജനുവരി 5 ഞങ്ങൾ മുത്തങ്ങയിലേക്ക് കയറി. ഞങ്ങളുടെ പൂർവികർ ആരാധിച്ചിരുന്ന തമ്പുരാട്ടിക്കാവ്, അമ്പുകുത്തി ഗുളികൻകാവ്, നെല്ലൂർ ഗുളികൻകാവ് എന്നിവിടങ്ങളിൽ ഗോത്രപൂജ നടത്തിയ ശേഷം മുത്തങ്ങയിലെ തകരപ്പാടി, അമ്പുകുത്തി, പൊൻകുഴി എന്നിവിടങ്ങളിലെ തരിശുഭൂമിയിൽ പ്രവേശിച്ച് കുടിലുകൾ കെട്ടി. ജാനു എഴുതുന്നു, അന്ന് അധികാരത്തിലിരുന്ന രാഷ്ട്രീയ സംഘടന കോൺഗ്രസ് ആയിരുന്നതുകൊണ്ട് തന്നെ ഈ നരനായാട്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും കോൺഗ്രസിനും വിശിഷ്യ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിക്കും വനം വകുപ്പ് മന്ത്രി K സുധാകരനുമാണ് എന്ന് പറയാം. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുത്തങ്ങയിലെ ആദിവാസി സമരത്തിനെതിരായിരുന്നു. സമരം അവസാനിപ്പിക്കണമെന്നും ആദിവാസികളെ സമരഭൂമിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുന്ന സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി മൈസൂർ ഹൈവേ ഉപരോധിക്കുകയും നൂൽപ്പുഴ പഞ്ചായത്തിൽ 3 ദിവസം ഹർത്താൽ നടത്തുകയും ചെയ്തു. എന്നു മാത്രമല്ല, ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കൾ അന്നെടുത്ത നിലപാടും പ്രസക്തമാണ്. ദിസ് ഈസ് എ മെസ്സേജ് ടു കേരള എന്ന് ധാർഷ്ട്യത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ അന്നത്തെ വനം വകുപ്പ് മന്ത്രി K സുധാകരൻ
കുറ്റവാളികൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ട കാര്യം സർക്കാരിനില്ല എന്നുപോലും പറഞ്ഞു. നക്സലുകളെന്നും സായുധ കലാപകാരികളെന്നുമാണ് CK ജാനുവിനെയും ഗീതാനന്ദനെയും അന്നത്തെ KPCC പ്രസിഡന്റ് K മുരളീധരൻ വിശേഷിപ്പിച്ചത്. അവർക്ക് പണം ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സമരത്തിനു പിന്നിൽ ദേശവിരുദ്ധ ശക്തികളുണ്ടെന്നാണ് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആരോപിച്ചത്. സമരം നടക്കുന്ന സമയത്ത് അതിനെ തള്ളിപ്പറയാത്തവരായി ഒരു രാഷ്ട്രീയ സംഘടനയും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ജോഗി എന്ന ആദിവാസി യുവാവിനെ കൂടാതെ വിനോദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് മരിച്ചെന്ന് രേഖകളിലുള്ളത്. വിനോദ് എങ്ങനെ മരിച്ചു എന്ന് CK ജാനു തന്റെ ആത്മകഥയിൽ വിശദമായി പറയുന്നുണ്ട്. രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന പോലീസുകാരന് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ ശ്രമിച്ച ആദിവാസികളെ പോലീസ് തടയുകയായിരുന്നു എന്നും ആശുപത്രിയിൽ എത്തിക്കാൻ കൂട്ടാക്കാതെ വിനോദ് മരിക്കുന്നതുവരെ പോലീസ് കാത്തു നിൽക്കുകയായിരുന്നു എന്നും ജാനു തന്റെ ആത്മകഥയിൽ എഴുതുന്നു. പിന്നീട് ആദിവാസികൾക്കു നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് പോലീസുകാരനെ കൊന്നു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ടാണ്. പോലീസ് വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ മാംസം പറിച്ചെടുക്കുന്ന വേദന തങ്ങൾ അനുഭവിച്ചു എന്നാണ് ജാനു എഴുതുന്നത്. ജാനുവും ഗീതാനന്ദനുമായിരുന്നു മുത്തങ്ങയിലെ നായകർ. എന്നാൽ നരിവേട്ട എന്ന സിനിമയിൽ നായകൻ വർഗീസ് പീറ്റർ എന്ന പോലീസുകാരനാണ്. എന്നാൽ ആ നായകനിലൂടെ സിനിമ ചെന്നെത്താൻ ശ്രമിക്കുന്നത് സമരത്തിന് മുന്നിട്ടിറങ്ങിയ യഥാർത്ഥ നായകരായ മനുഷ്യരിലേക്കാണ്. സമരത്തിന് വന്നവർ അനുഭവിക്കേണ്ടി വന്ന ക്രൂരത സിനിമ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സമരത്തിന് വരാത്തവർ പോലും പോലീസ് ക്രൂരതയെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ജോഗി എന്ന ഒരു ആദിവാസി യുവാവ് മാത്രമല്ല മുത്തങ്ങയിലെ വെടിവെപ്പിൽ മരിച്ചത്. ക്രൂരമായി ആക്രമിക്കപ്പെട്ട പലരും പിന്നീട് പലപ്പോഴായി മരിച്ചു. സമരത്തിലുണ്ടായിരുന്ന 9 മാസം ഗർഭിണിയായിരുന്ന പുലിതൂക്കി കോളനിയിലെ മാളു എന്ന സ്ത്രീ പോലീസ് ആക്രമണം ഭയന്ന് കാട്ടിലേക്ക് ഓടിക്കയറി. ദിക്കറിയാതെ ദിവസങ്ങളോളം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കാട്ടിൽ കഴിയേണ്ടി വന്നു. അവശതയിലായ അമ്മയെയും കുഞ്ഞിനെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല. എന്നു മാത്രമല്ല, ആ കുട്ടിയുടെ മൃതദേഹം വീട്ടിലെത്തിക്കുവാൻ സർക്കാർ ഒരു വാഹനം പോലും വിട്ടു നൽകിയില്ല. കുഞ്ഞിന്റെ അടക്കം കഴിഞ്ഞ ഉടനെ അമ്മ മാളുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുഞ്ഞിന്റെ മരണവും ഭാര്യയുടെ അറസ്റ്റും മാനസികമായി തകർത്തു കളഞ്ഞ മാളുവിന്റെ ഭർത്താവ് നാരായണനും മരിച്ചു. മുത്തങ്ങ സമരത്തിന്റെ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു മടങ്ങിയ ഞേണൻ 3-ാം ദിവസം രക്തം ഛർദ്ദിച്ച് ആശുപത്രിയിൽ മരിച്ചു. മർദ്ദനമേറ്റ് മനോനില തെറ്റി പിന്നീട് തൂങ്ങി മരിച്ച ഗോപാലൻ, മർദ്ദനത്തിനിരയായി ആരോഗ്യം തകർന്ന് ശരിയായ ചികിത്സ കിട്ടാതെ മരിച്ച പെരുവൻ തുടങ്ങി 25ഓളം പേരാണ് കസ്റ്റഡിയിലെ മാനസിക ശാരീരിക പീഡനങ്ങൾ മൂലം മരിച്ചത്. സിനിമകൾ രാഷ്ട്രീയം പറയേണ്ടതുണ്ടോ എന്ന ചർച്ച അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന തീർപ്പിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് മുത്തങ്ങയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നരിവേട്ട ഇറങ്ങുന്നത്. അടിമുടി രാഷ്ട്രീയം മാത്രമായൊരു സിനിമ. കോടികൾ കുത്തിയൊഴുകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയായ പോലീസ് എന്ന സംവിധാനത്തെ വിമർശിക്കാൻ ധൈര്യം കാണിച്ച സിനിമയെ തിയേറ്ററുകളിൽ കാഴ്ചക്കാരും ഏറ്റെടുക്കുന്നതോടെയാണ് ആ കല അതിന്റെ ലക്ഷ്യം കാണുന്നത്.